എമിലി, തന്റെ ബോസ് എവിടെ? അത് സാർ ദേ സാർ വരുന്നു. ആ, നീ വന്നോ? എൻ്റെ പപ്പ വിളിച്ചേ, എന്തേലും കാര്യമുണ്ടോ? നിനക്കിപ്പോൾ എത്ര വയസ്സാണ് എൻ്റെ വിചാരം? ഇത് ചോദിക്കാനാണോ അമ്മ വിളിച്ചേ? അല്ല, അത്രയും വയസ്സായ സ്ഥിതിക്ക് അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? ഞങ്ങൾ നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അറേഞ്ച്ഡ് മാരേജോ? അറേഞ്ച് മാരേജ് എൻ്റെ പട്ടി സമ്മതിക്കും. അല്ല, പട്ടിയായാലും മതി. നിനക്ക് എത്ര കിട്ടിയാ? എനിക്ക് പൈസ തന്ന കാര്യം ഇവിടെ എങ്ങനെ അറിഞ്ഞു? എടി, ഞാൻ അവന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളെ കമ്പനിക്കും കൂടെ വേണ്ടിയല്ലേ ഈ കല്യാണം നടത്തുന്നത്. ഞാനെന്താ വല്ല ഇറച്ചിക്കോഴിയും മറ്റോ ആണോ എടുത്ത്? നിങ്ങളെന്താ അവളോട് ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ചേ? എടി, നീ നിർത്തിക്കേ. നിനക്ക് ഈ കല്യാണത്തിൽ സമ്മതിക്കണമെങ്കിൽ എത്ര രൂപ വേണം? അത് പറ, എപ്പോഴാ കല്യാണം? ആടാ, ഇതിപ്പോ ലാഭമായല്ലോ. ആദ്യം അറിയാം. എടാ, ഇനി വന്നേടാ, എന്നോണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അനുവിറ്റ എന്നെ വിളിച്ചത്? നീ എന്ത് കാണിച്ചാലും ഈ കല്യാണം നടക്കരുത്, മനസ്സിലായോ? എടാ, നാളെ ഉച്ച കഴിയുമ്പോ എല്ലാരും കൂടെ റെഡി ആക്കിയോ, നമുക്ക് അങ്ങോട്ട് പോവാം. കേട്ടല്ലോ നീ? അല്ല, ഇവൻ പോയാ പോരെ, ഞാൻ എന്തിനാ വരുന്നത്? പിന്നെ അവന്റെ ഇതിന് നീയല്ല അവന്റെ ഒരു ചേട്ടൻ. അല്ല, ചേട്ടൻ വന്നില്ലാലും കുഴപ്പമില്ല, ഞാൻ എടാ, ഈ പൈസയൊക്കെ മേടിച്ചിട്ട് നീ ഇതൊക്കെ നടത്തൂലല്ലോടാ. ഇല്ല, എനിക്ക് നിന്നെ വിശ്വാസം. മോൻ എന്തെങ്കിലും പോയി മേടിച്ചു. എന്നാ ഞാൻ പോയി വല്ല ഷെയ്ക്ക് മേടിച്ചിട്ട് വരാം. ഐ വിൽ പ്രിഫർ ദിസ് ഗ്ലാസ്. ഓ, ഈ ഗ്ലാസ് ആണോ സാർ? ഞാൻ പോയി ഇതിന് ബില്ല് പേ ചെയ്തിട്ട് വരാം. സാർ എങ്ങോട്ടും പോവല്ലേ, ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. ഇത് കൊള്ളാലോ, ഇത് വീട്ടിൽ ഇടാം. സോറി, താങ്ക് യു. ആ ഗ്ലാസ് ഒന്ന് എടുത്തേ. ഇന്നതെന്റെ ഗ്ലാസ്. ഗ്ലാസ് നല്ല ഗ്ലാസ് താൻ പൊട്ടിച്ചു കളഞ്ഞല്ലോ. എന്തോട് എന്റെ ഗ്ലാസ് താനാ പൊട്ടിച്ചു തന്നിട്ട്? എന്താണ് താൻ പറഞ്ഞത്? ഞാൻ പൊട്ടിച്ചു താന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് പൊട്ടിയത്? എന്റെ ഇയാളെന്ത് നോണായി പറയാ? എന്താണ്, ആളെ കളിയാക്കുവാണോ താൻ? എവിടെ എന്റെ ഗ്ലാസിന്റെ പൈസ എനിക്കിപ്പോ കിട്ടണം. ആളെ കളിയാക്കുവാണ്. എന്റെ അനിയൻ വരട്ടെ കേട്ടോ. നിങ്ങളുടെ ആങ്ങളെ എന്താ ഗുണ്ടവല്ലാണോ എന്നെ പിടിച്ചു വിഴുങ്ങ? താനെന്ത് പോവേ? അനുരേ, എന്താടി ഇവിടെ? നീ വന്നത് നന്നായി. എടാ, ഇച്ചിരി പൈസ എടുത്ത് ഇങ്ങനെ മോത്തരം കൊടുത്തേ. എന്ത് പൈസ? അതെ ബ്രോ, എന്റെ ഈ ഗ്ലാസ് താങ്കളുടെ ഈ പെങ്ങളെന്ന് പറഞ്ഞ സാധനം പൊട്ടിച്ചു. സത്യത്തിൽ നീ ഗ്ലാസ് വല്ലതും പൊട്ടിച്ചാടി നീ? ഇല്ലടാ, ഞാനൊന്നും പൊട്ടിച്ചൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇല്ലാത്തത് പറയണ. എന്നാലും നമ്മുടെ ഗ്ലാസ് അല്ലേ, എത്രന്ന് പറയടോ? ബ്രോക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു 10,000 എടുത്തോളൂ. 10,000. 10,000? ആടാ, ഞാനിപ്പോ വരാവേ. ശരി, നിങ്ങൾ സംസാരിക്കേ. അല്ല ബ്രോ, പൈസ കേട്ടപ്പോ പുള്ളിക്കാര് പോയല്ലോ. ബ്രോയും പോകാനുള്ള പരിപാടിയാണ്. ഞാനങ്ങാ ടൈപ്പൊന്നും അല്ല. ബ്രോയുടെ പൈസ ഞാൻ നാളെ തരാം. ഈ കാണുന്ന വീട് അഡ്രസ്സിൽ വന്നാൽ മതി. ബ്രോക്കിനെ വിശ്വസിക്കാം. നാളെ വന്നാൽ മതി കേട്ടോ. ശരി. മിത്രഭവൻ. എന്താണോ രണ്ടും കൂടെ വലിച്ചു വാരി കയറ്റണം. എന്തോ ചോദിക്കാനാണ്. ഉണ്ടായിരിക്കാം. ഈ രണ്ടും കൂടി ഇത് കാണിക്കണം കണ്ടില്ല നിങ്ങള്? ഒരു പൈസ ഉള്ളത് തന്നെ. നീ ചോദിക്കണം പ്ലീസ്. പിന്നെ എന്നോട് ഒറ്റക്കൊക്കെ പോകുമ്പോ ആലോചിക്കണം. നീ പറഞ്ഞാൽ മതി. ഇതേണ്ട പൈസ ചോദിക്കാൻ വരുന്നുണ്ട്. ചേട്ടാ, എനിക്കൊരു 10,000 രൂപ. അതെന്തിനാ നിനക്ക് പെട്ടെന്നൊരു 10,000 കണക്ക്? എന്താ കാര്യം പറ. ഇതൊക്കെ ചേട്ടനോട് പറയേണ്ട ആവശ്യം എന്തിനാ? തന്നൂടെ? പപ്പ ഇങ്ങനെ കണാകുണാന്നൊക്കെ പറയാതെ പൈസ അങ്ങെടുത്ത് കൊടുക്കു പപ്പേ. എന്താണിങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെക്ക് എഴുതി വെച്ചേക്കാം. നീ നാളെ തന്നെ എടുത്തു. താങ്ക് യു. The next day. ഇറങ്ങാം.
പോവുകയൊക്കെ ചെയ്യും. ഈ കല്യാണ ചെക്കനെ വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയോ? ഒന്ന് വെറുപ്പിക്കാതെ വണ്ടി എടുക്കും മാഷേ. നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്ന നന്നായിട്ടിരിക്കും, മനസ്സിലായോ? മിണ്ടില്ല. മിണ്ടരുത്. ചെക്കന്റെ വീട്ടുകാർ വന്നെന്ന് തോന്നണല്ലോ. ആ പ്രതാപ് സാറേ കേറുവാ എല്ലാരും കേറുവാ. അച്ഛാ ദേവരെത്തി. ആ മിതുമോനെ ആ ഇരിക്കെ യാത്രയൊക്കെ സുഖമല്ലേ എല്ലാവർക്കും? ആ പ്രതാപേ, എന്തുണ്ടടാ വിശേഷം? നീ പിള്ളേരെ ഒന്നും പരിചയപ്പെടുത്തില്ലോ, നിന്റെ ഫാമിലിനെ പരിചയപ്പെടുത്ത്. ആടോ വാസുദേവേ, ഇതെന്റെ ഭാര്യ സുചിത്ര. നമസ്കാരം. ഇത് പിന്നെ എന്റെ മൂത്ത മോൻ യുവാൻ. അവനിപ്പോ ബിസിനസ് കാര്യങ്ങളും പിന്നെ അവന് ഒരു വക്കീലും കൂടെ, പിന്നെ ഇവന്റെ ഭാര്യ ഹന്ന. അപ്പൊ ചെറുക്കനെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? പിന്നെ ഞങ്ങൾ ചെറുക്കനെ കൊണ്ടുവന്നായിരിക്കും. അദ്ദേഹം വരുന്നു. ഇയാളാണ് ചെറുക്കൻ. ഞാൻ വിചാരിച്ച പോലെ ഇവന്റെ വീട് തന്നെയാണ് ഇത്. അപ്പൊ ചെറുക്കൻ വന്ന സ്ഥിതിക്ക് എന്നാ ഞങ്ങള് പെണ്ണിനെ വിളിക്കോ മോളെ? ഇതിനെ എനിക്കൊന്നും ഇഷ്ടമായി. നിങ്ങൾക്ക് കുട്ടി അങ്ങ് ഇഷ്ടമായി, പിന്നെ നിങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ. പ്രതാപ് സാറേ, ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ സാറിന് എൻ്റെ അച്ഛനെയൊക്കെ അറിയാമല്ലോ. പിന്നെ ഇത് എൻ്റെ ഭാര്യ മേഘ്ന. പിന്നെ ഇതെൻ്റെ ഒറ്റ മോനാണ് ഹീത്ത്. ഇതാണ് കല്യാണ പെണ്ണ്, എൻ്റെ പെങ്ങളാണ് മൃണാളിനി. അല്ല മിഥുനെ, നിങ്ങൾ തമ്മിൽ എന്താ ഇത്ര ഏജ് ഗ്യാപ്പ്? അത് പ്രതാപേ, ഈ മിഥുന് 18 വയസ്സായപ്പോഴാ അവള് ജനിക്കുന്നത്. അതാണ് ഇത്ര ഏജ് ഗ്യാപ്പ്. എന്താടാ താനൊന്നും മിണ്ടാതെ? എന്താ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? എന്താ കല്യാണത്തിന് സമ്മതമൊന്നും അല്ലേ? പിന്നെ സമ്മതം, 100 വട്ടം സമ്മതം.